തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരം റെവല്യൂഷൻസിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? ഓരോ കാലഘട്ടത്തിലും ഒത്തിരി റെവല്യൂഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒന്നാണ് സെക്ഷുവൽ റെവല്യൂഷൻ. സെക്ഷുവൽ റെവല്യൂഷനും ജെൻഡർ ഐഡിയോളജിയും വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇന്ന് നാം കാണുന്നത് സെക്ഷുവൽ റെവല്യൂഷനിൽ ഒഴിച്ചുകൂടാനാകാത്ത ചില വ്യക്തികളെയാണ്, അല്ലേ സാർ? നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കുറച്ച് പേരെയാണ്. നമ്മളെ സെക്ഷുവൽ റെവല്യൂഷനിൽ പ്രശസ്തരായ 4 വ്യക്തികളെയാണ് നമ്മളെ ഈ ജെൻഡർ ഐഡിയോളജി ക്ലാസ്സുകളിൽ അല്ലെ പഠന പരമ്പരയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് അവരുടെ ആശയങ്ങൾ ഡിറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ജെൻഡർ ഐഡിയോളജിയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവരൊരു പക്ഷേ ഡിറക്റ്റായിട്ട് ജെൻഡർ ഐഡിയോളജി എന്നുള്ള വാക്കായിരിക്കണമെന്നില്ല ഉപയോഗിച്ചത്, പക്ഷെ അവരുടെ ഐഡിയോളജി അതേപടി എടുത്തിട്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പല ഈ ജെൻഡർ ഐഡിയോളജിയുടെ ആശയങ്ങൾ അവർ രൂപീകരിച്ചു. അവരുടെ ഐഡിയോളജീസ് ബേസിക്കലി ജെൻഡർ ഐഡിയോളജിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അത് തന്നെ, എക്സാക്ട്ലി. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയം അല്ലെ കേട്ടിട്ടുള്ള ഒരു പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ അവിടെ വിടുകയാണ്. അദ്ദേഹം ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1939 വരെ ജീവിച്ചിരുന്ന ഒരു ന്യൂറോളജിസ്റ്റ്, അതുപോലെ തന്നെ ഒരു സൈക്കോ അനാലിസിസിൻ്റെ സ്ഥാപകനാണ്. അപ്പോൾ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു എന്ന് ഓർത്തേക്കണം. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളും ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ആശയങ്ങളാണ്. അതാണ് നമ്മൾ ഇതിനവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റിക് റിഡക്ഷണലിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. അതിതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ക്രേവിങ്സ്, അവൻ്റെ അഭിലാഷങ്ങളും ലൈംഗിക തൃഷ്ണകളും, അതാണ് സെക്ഷുവൽ ഡിസയേഴ്സ്. ഇതിനെയാണ് ഈ മെറ്റീരിയലിസ്റ്റിക് റിഡക്ഷണലിസം. എല്ലാം മനുഷ്യൻ്റെ ആകത്തുക ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചിലൂടെ അദ്ദേഹം നമ്മുടെ വലിയ ദാഹമുണ്ടല്ലോ, പ്രത്യേകിച്ച് സെക്ഷുവൽ ഡിസയേഴ്സ്, മറ്റുള്ള ഡിസയേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ ആകത്തുകയാണ് മനുഷ്യൻ. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ ടേമാണ് ഈ മെറ്റീരിയലിസ്റ്റിക് റിഡക്ഷണലിസം. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് മനുഷ്യൻ സ്വയം ആനന്ദവും സംതൃപ്തിയും തേടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെ. അപ്പോൾ ഇവിടെ അദ്ദേഹം വേറൊരു കാര്യം വീണ്ടും പറയുന്നത്, ദൈവമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ ഒരു ഫാദർഹുഡ് അവന് വേണമെന്ന് തോന്നുക. കാരണം അവൻ പല അവസരങ്ങളിലും ഒരുപാട് ഹെൽപ്ലെസ് സിറ്റുവേഷന്. അദ്ദേഹം പറയുന്ന ഇതാണ്, ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് റിഡക്ഷണലിസം ആണെങ്കിൽ പോലും മനുഷ്യൻ സ്വയം സംതൃപ്തി കണ്ടെത്താൻ പരിശ്രമിക്കും. സെക്ഷുവൽ ഡിസയേഴ്സിലൂടെയും സെക്ഷുവൽ ആക്ടിവിറ്റിയിലൂടെയും അതിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും അവൻ സംതൃപ്തനാകുന്നില്ല. ആ ഒരു പോയിൻ്റാണ് എനിക്ക് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്, ദൈവം നമുക്കൊരു വലിയ ഡിസയേഴ്സ് തന്നിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പോൾ അത് മതബോധന ഗ്രന്ഥം 27-ാം പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് സഭ തന്നെ പഠിപ്പിക്കുന്നു. ദൈവത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം മനുഷ്യ ഹൃദയങ്ങളിൽ നമ്മളെ സൃഷ്ടിച്ച സമയം ദൈവം തന്നെ അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവം അവിടെ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടത്. അത് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഈ ലോകത്തിൽ കുറച്ചു കാലം ജീവിക്കുന്ന ആ കാലഘട്ടത്തിലും അതിനു ശേഷം ഈ അനന്ത സ്നേഹം തന്നെയായ ദൈവത്തിൽ മനുഷ്യൻ ചെന്ന് ചേരണം. നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൽ നമ്മൾ ചെന്ന് ചേരുക എന്നുള്ളതാണ്. ഇപ്പോൾ തിയോളജി ദ ബോഡിയിൽ നമ്മളിതിനെ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ്, അല്ലെങ്കിൽ നമ്മൾ സ്വർഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അതാണ്. നമ്മുടെ എല്ലാവരുടെയും
മീനിങ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം തരുന്നത് ഈ ഒരു ഡെസ്റ്റിനിയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു, ഈ ഡിസയർ നമ്മളിൽ തന്നു, ദൈവത്തെ തേടാനുള്ള ഡിസയർ. അതുപോലെ തന്നെ ദൈവം നമ്മൾ ഏത് സാഹചര്യത്തിലാണേലും നമ്മളെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അത് ദൈവത്തിങ്കിലേക്ക് നമ്മളെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ ദൈവത്തിലേക്കുള്ള ഈ ഒരു വലിയ ആ ദാഹമുണ്ടല്ലോ, അത് നമ്മൾ എല്ലാ റോങ് പ്ലേസിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അതിയായ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഈ സെക്ഷൽ ഡിസയർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ സ്വയം ആനന്ദം കണ്ടെത്തുക, അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകത്തുക. പക്ഷേ അദ്ദേഹം ഒരു പോയിന്റിൽ പിന്നെയും പറയുകയാണ്, ഇതൊന്നും നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഫാദർഹുഡിൻ്റെ ആവശ്യം തോന്നുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു, അതിൻ്റെ ഒരു അന്വേഷണമാണ് ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും ദൈവത്തിലുള്ള വിശ്വാസവും. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിസയർ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇൻഡയറക്റ്റായിട്ടാണെങ്കിൽ പോലും ഫ്രോയിഡ് അത് പറയുകയാണ്. നമ്മൾക്കതുകൊണ്ട് ഈ ലോകത്തിൽ ഈ മെറ്റീരിയലിസ്റ്റിക് റിഡക്ഷണലിസത്തിന് ഒരു ലിമിറ്റുണ്ട്, അതിനൊരു ലിമിറ്റേഷനുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യനെ അതിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ അത് കൂട്ടിച്ചേർക്കുന്നത്. അദ്ദേഹം അവിടം വരെ കൊണ്ടുവന്ന് അത് നിർത്തി. അപ്പോൾ ഈ സെക്ഷൽ റെവല്യൂഷനിൽ അതൊരു വലിയൊരു ഒരു ഓപ്പണിംഗ് ആയിരുന്നു ആളുകൾക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹീഡനിസ്റ്റിക് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോകാനായിട്ടും ഒരു യൂട്ടിലിറ്റേറിയൻ കൾച്ചർ അവിടെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു വലിയൊരു പ്രൊമോഷനാണ്. സാർ, വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് പറയുന്ന ഒന്ന് നമുക്ക് യൂസ് ആൻഡ് ത്രോ കൾച്ചർ എന്ന് പറയും. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ കൾച്ചർ. ഒരു വസ്തു ഉപയോഗിക്കുന്നത് പോലെ മനുഷ്യനെ പ്ലഷറിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൾച്ചറിലേക്ക് ഈ സെക്ഷൽ റെവല്യൂഷൻ നമ്മളെ കൊണ്ടുപോയി. അതാണ് പോണോഗ്രഫി കൾച്ചർ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. പോണോഗ്രഫി കൾച്ചർ വെർച്വൽ സ്ക്രീനിലാണെങ്കിൽ പോലും മറ്റുള്ള നമ്മുടെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി മറ്റു വ്യക്തികളെ നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി. അപ്പോൾ അവിടെയാണ് നമ്മളിലേക്ക് തന്നെ അങ്ങ് റെഡ്യൂസ് ചെയ്ത് നമ്മളിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങുക അവിടെ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ഈ മെറ്റീരിയലിസ്റ്റിക് റിഡക്ഷണലിസത്തിൻ്റെ ഒരു ശരിക്കും ഒരു ഇതിന് വളരെയധികം എൻകറേജ് ചെയ്ത ഒരു വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ഇൻഫൻറ്റൽ, അത് ഇംഗ്ലീഷിൽ പറയുകയാണ്, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻഫൻറ്റൽ നീഡ് ഫോർ എ ഡോമിനൻറ്റ് ഫാദർ ഫിഗർ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ്, അല്ലാതെ ദർ ഈസ് നത്തിങ് ലൈക്ക് ദൈവമെന്നോ അല്ലെ ദൈവം നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്നോ. ശരിക്കും അസ്തിത്വവാദി എന്ന് പറയുന്നത്, ശരിക്കും നിരീശ്വരവാദി എന്ന് പറയുന്ന ആ ഒരു ആശയങ്ങൾ അദ്ദേഹം അവിടെയും കൊണ്ടുവന്നു. അപ്പം ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു വലിയ ചിന്ത. അപ്പോൾ അദ്ദേഹം 1939 വരെ ജീവിച്ചിരുന്നു. 1950-കളിലല്ലേ പക്ഷേ സെക്ഷുവൽ റെവല്യൂഷൻ അതിൻ്റെ ഒരു എപ്പിറ്റോമിലെടുക്കുന്നത്. ഈ സെക്ഷൽ റെവല്യൂഷൻ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, കോൺട്രാസെപ്റ്റീവ്സും, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. ഇത് രണ്ടും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആദ്യമേ സംഭവിച്ചതാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? അപ്പന്മാർ വീട് വിട്ട്, കാരണം പല സ്ഥലങ്ങളിലേക്കും അവർ പോയി ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പലതരത്തിലുള്ള അന്ന് വരെയുള്ള എല്ലാ സോഷ്യൽ സെറ്റപ്പിനും ഒരു മാറ്റം വരുന്നത്. അന്ന് വരെ ഇല്ലാതിരുന്ന ഒരുപാട് മാറ്റങ്ങൾ സ്ലോലി അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോടുകൂടി പലതും സ്റ്റാർട്ട് ചെയ്തു. കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതേ സെയിം ടൈമിൽ തന്നെയാണ് നമ്മൾ ഈ അടുത്ത് പറയുന്ന ആള് മാർഗ്രറ്റ് സാംഗറിൻ്റെ പ്രവേശനവും അവരുടെ പ്രവർത്തനവും ഒക്കെ നടക്കുന്നത്. അല്ല, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും കോൺട്രസെപ്റ്റീവ്സും സെക്ഷൽ റെവല്യൂഷനും അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ ഈസിയാണ്. പല റെവല്യൂഷനാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നത്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് പ്രോഗ്രസ്സസ്, മാറ്റങ്ങൾ നമുക്കുണ്ടായി. ഫാമിലി സിസ്റ്റം തന്നെ എൻ്റയർലി മാറി. അപ്പോൾ 1920-30 മുതലൊക്കെ ഇതങ്ങോട്ട് ശരിക്കും ശക്തി പ്രാപിച്ച് വരികയാണ്. 30-കളിൽ
പിന്നെ 40s, പിന്നെ 50s ആയപ്പോഴത്തേക്കാണ് ഇതങ്ങ് വളരെ ഓപ്പൺ ആയിട്ട് അല്ലേ? ഈ സെക്ഷൽ റെവല്യൂഷനും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള റെവല്യൂഷൻസ്. ഇപ്പം നമുക്ക് അതിനുശേഷം ഇപ്പോൾ ഉള്ളത് ഈ ജെൻഡർ ഐഡിയോളജിയും അതിനു മുമ്പ് ഈ ജെൻഡർ ഐഡിയോളജി ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന വേറൊരു റെവല്യൂഷൻ വന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ടെക്നിക്കൽ റെവല്യൂഷൻ. ഓക്കെ, ഈ ശരി. സെക്ഷൽ റെവല്യൂഷൻ കഴിഞ്ഞ് നമുക്ക് ടെക്നിക്കൽ റെവല്യൂഷനാണ് വന്നേക്കുന്നത്. ടെക്നിക്കൽ റെവല്യൂഷനിൽ തിങ്സ് വളരെ ഈസി ആയി. അല്ല, ശരിക്കും ടെക്നിക്കൽ റെവല്യൂഷൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഒരു പക്ഷേ സെക്ഷൽ റെവല്യൂഷനെ ആണ്. അല്ല, അത് സെക്ഷൽ റെവല്യൂഷനെയും അതുപോലെ തന്നെ എല്ലാം ഡിജിറ്റൽ ആയില്ലേ. ഇപ്പം പോണോഗ്രഫി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു മാഗസിനിലാണ്. അപ്പോൾ അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് ഹോട്ട് കേക്ക് പോലെ ഈ സാധനം വിറ്റഴിഞ്ഞു. ആളുകൾ വളരെ വളരെ പെട്ടെന്ന് ഇതങ്ങ് വളർന്ന് പല രൂപത്തിൽ ഇത് മാറി. അതിനുശേഷം ഈ ടെക്നിക്കൽ റെവല്യൂഷൻ വന്നപ്പോൾ ഈ ഇങ്ങനെയുള്ളതെല്ലാം മാറിയിട്ട് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയി, എളുപ്പമായി. ഈ പോണോഗ്രഫിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയും $1 ബില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഡിജിറ്റലൈസ്ഡ് ആയി, ഈസി ആയി, എല്ലാവർക്കും ഈസി ആയി. അപ്പോൾ അത്ര ഈസിലി ആക്സസിബിൾ ആണ് അത്. ടെക്നിക്കലി അത്രയും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിലേക്ക് വിടാൻ പറ്റും. പഴയ രീതിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കും. ഇന്ന് പോണോഗ്രഫി എന്ന് പറയുമ്പോൾ, ഞാൻ പോണോഗ്രഫിയെക്കുറിച്ചുള്ള ക്ലാസ് അല്ല, എന്നാലും ഞാൻ പറയുകയാണ്, പോണോഗ്രഫി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് അവർ സ്ത്രീയും. ഇന്ന് പോണോഗ്രഫി പല വിധത്തിലാണ് നമ്മുടെ തലമുറ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെറും ഒരു ഇതല്ല. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ചാറ്റ്. ഞാൻ ഈ പോണോഗ്രഫിയുടെ പിന്നെ സ്റ്റാറായിട്ട് 10-15 വർഷം ജോലി ചെയ്ത ആളുകൾ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് അതിന് അഗൻസ്റ്റായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ലൈഫ് ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ഓൺലൈൻ ചാറ്റൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോം എന്ന് പറയുന്നത് ലൈവ് ചാറ്റുകൾ പോണോഗ്രഫിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോംസാണ്. അതിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അവിടെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷനാണ് ക്ലയൻറ്റിൻ്റെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ട് അവർ പറയുന്നത് അവൻ്റെ കാർഡ് ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുക പൈസ അതിൽ നിന്ന്. ദിസ് ഓൾ മണി മേക്കിംഗ് ബിസിനസ്. അതിനോടൊപ്പം തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ടെക്നോളജി റെവല്യൂഷനും കൂടെ വന്നപ്പോഴത്തേക്കിന് ഇതെല്ലാം അങ്ങോട്ട് ഈസിയായി, ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നേരത്തെ തുടങ്ങി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മുതൽ പെതുക്കെ പിച്ച വെച്ച് അത് 50s, 60s, 70s. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത്രയും ശക്തമായിട്ട് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും കത്തോലിക്ക സഭയെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചത്. കാരണം ഈ സെക്ഷൽ റെവല്യൂഷൻ്റെ ക്ലൈമാക്സിൽ ഇരുന്ന സമയത്താണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ അദ്ദേഹം സഭയുടെ മാർപ്പാപ്പയായിട്ട് അവരോധിക്കപ്പെടുന്നതും പിന്നീട് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതും. ഓക്കെ, അപ്പം നമുക്ക് സെഗ്മെന്റിൽ നിന്ന് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. നമ്മുടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി? എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം ഇതാണ്. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഫാമിലി എന്നൊരു സാധനമാണ് എനിക്ക് ഒന്ന് തോന്നിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നിയത് ഫാമിലിയാണ് ആദ്യം ഡിസ്ട്രപ്റ്റഡ് ആവുന്നത്. ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ട് ഫാമിലിക്ക് ഒരുപാട് തകർച്ചകൾ വരുന്നുണ്ട് എന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ട് ഒത്തിരി ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് തിക്തമായിട്ടുള്ള, അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് വേണേൽ പറയാം വുമൻ ലിബറേഷൻ മൂവ്മെൻറ്റ്സും ഫെമിനിനിസവും ഒക്കെ ശക്തമായത്. കാരണം പുരുഷൻ ഇങ്ങനെ പുറത്തു പോയി അവൻ സ്വതന്ത്രമായിട്ട് എല്ലായിടവും പോകാൻ പറ്റും. അന്ന് വരെ പുറത്തിറങ്ങാതിരുന്ന സ്ത്രീകൾ ഞങ്ങൾക്കും പുറത്തിറങ്ങണം. അപ്പോൾ അവരും അടുത്ത ഒരു സ്റ്റെപ്പിൽ അപ്പോൾ അവർക്കും ഓപ്പർച്യൂണിറ്റീസ് അവർ തേടി അവരും പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ ഫാമിലി സിസ്റ്റത്തെയൊക്കെ ഒരുപാട് ബാധിച്ചതും. അപ്പം മാർഗരറ്റ് സാങ്ങറും 1966 വരെ ജീവിച്ചു. 1879 മുതൽ 1966 വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ മാർഗരറ്റ് സാങ്ങറിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ 11 മക്കളിൽ ഒരാളായിരുന്നു ഇവർ. ഒരു നേഴ്സായിരുന്നു. അപ്പോൾ ഒരു നേഴ്സായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഒരു പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് ഇവരുടെ വീട്ടിലെ ആ കൺഫ്യൂഷൻസ്, ഇത്രയും മക്കൾ അന്നത്തെ കാലത്തിൽ
അതിൻ്റെ സ്ട്രഗിള്, കൺഫ്യൂഷൻസ്, ഒരുപക്ഷെ പേരൻസിൻ്റെ സ്ട്രഗിള്, ഇതൊക്കെ കണ്ടിട്ട് ഇവർ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിലാണ് ലോകത്തിലേക്ക് കോൺട്രാസെപ്റ്റീവ്സും അബോർഷനും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം ഈ മാർഗ്രറ്റ് സാങ്ങറാണ് അമേരിക്കയിലെ ഈ ജനന നിയന്ത്രണ പ്രസ്ഥാനം സ്ഥാപിച്ചത്. അതായത് ബർത്ത് കൺട്രോൾ അത് ആദ്യമായിട്ട് ഈ പിന്നെ കൊണ്ടുവന്നത് മാർഗ്രറ്റ് സാങ്ങറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മേഖലയിൽ ഒരു ഇൻ്റർനാഷണൽ ലീഡറായിരുന്നു. അവർ നേഴ്സായിരുന്നേലും അവരൊരു ഈ ഒരു മേഖലയിൽ ബർത്ത് കൺട്രോളിങ് മേഖലയിലെ ഒരു ഇൻ്റർനാഷണൽ ലീഡറായിരുന്നു ആ സമയങ്ങളിൽ. അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ ജനന നിയന്ത്രണ ഫെഡറേഷൻ്റെ അമേരിക്കൻ ബർത്ത് കൺട്രോൾ ലീഗ് അവരാണ് സ്ഥാപിച്ചത്. അമേരിക്കൻ ബർത്ത് കൺട്രോൾ ലീഗിൻ്റെ സ്ഥാപകയും അവരാണ്. ഈ ബർത്ത് കൺട്രോൾ ലീഗാണ് പിന്നീട് 1942 നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലാൻ പേരൻറ്ഹുഡായിട്ട് മാറിയത്. ഓക്കെ, മാർഗ്രറ്റ് സാങ്ങർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോൺട്രസെപ്റ്റീവ്സ് അത്രയും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നോ? മാർക്കറ്റിൽ ഓൾറെഡി കോൺട്രാസെപ്റ്റീവ് പിൽസും അതുപോലെ തന്നെ കോണ്ടംസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈം ആയിരുന്നു ശരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 20കളിൽ ഇതാരും എൻകറേജ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഈ ആദ്യമായിട്ട് കോൺട്രാസെപ്റ്റീവ് പിൽസ് വരുമ്പോഴേ അതിൻ്റെ ആ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അന്ന് സോഷ്യലി ഇതിന് അഗൻസ്റ്റായിട്ട് വലിയ സെലിബ്രിറ്റീസും വലിയ വലിയ ആളുകളും ഒരുപാട് ഒബ്ജക്ഷൻ കൊണ്ടുവന്നായിരുന്നു. അതായത് കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത് അൺഎത്തിക്കലാണ്. ഇവൻ ഡോക്ടർമാർ പോലും അന്ന് ഇതിന് അഗൻസ്റ്റായിട്ട് പറഞ്ഞു, ഇത് അൺഎത്തിക്കലാണ്, ഇത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ശരിക്കും മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. അന്നത്തെ പേപ്പർ ക്ലിപ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് അതെല്ലാം നമുക്ക് വായിക്കാൻ പറ്റും. ആ 30s ഭയങ്കര അപ്രോറ്, ഭയങ്കര ഒരു ഒബ്ജക്ഷൻ ന്യൂസ് പേപ്പറുകളിൽ വരെ വന്നായിരുന്നു. അതുപോലെ തന്നെ ഇത് വളരെ എമർജൻസിയിൽ മാത്രമേ ഡോക്ടേഴ്സ് ഇത് അനുവദിക്കാവൂ, പ്രിസ്ക്രൈബ് ചെയ്യാവൂ എന്നൊക്കെയുള്ള ഒരു ലെവലിലായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ പിന്നീട് ഇതിനെ എൻകറേജ് ചെയ്യാനും ഇത് സ്ത്രീകൾക്ക് അവരുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് എന്നൊക്കെ കൊണ്ട് സ്ഥാപിച്ചത് ഈ മാർഗ്രറ്റ് സാങ്ങറാണ്. അതാണ് ഇവർ ചെയ്തത്. അപ്പോൾ നോർമലൈസ് ചെയ്തു അല്ലേ? ഇതിനെ നോർമലൈസ് ചെയ്തു മാത്രമല്ല, ഇത് എൻകറേജ് ചെയ്തു. അത് ഞാൻ ആ പോയിന്റിലേക്ക് വരികയാണ്. അപ്പോൾ മാർഗ്രറ്റ് സാങ്ങർ ഈ ബർത്ത് കൺട്രോളിൻ്റെ സ്ഥാപകയായിരുന്നു. അതിനുശേഷം 42കളിൽ നിങ്ങൾക്ക് പ്ലാൻ പേരൻറ്ഹുഡിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഈ അടുത്ത കാലം വരെ ഏറ്റവും അധികം ഈ അബോർഷൻ ക്ലിനിക്കുകൾ, ഏറ്റവും അധികം അബോർഷൻ നടത്തിയിട്ടുള്ളതും അതെല്ലാം ഈ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ പേരിലാണ്, സ്ത്രീകളെ സഹായിക്കാം എന്നുള്ളതിൻ്റെ പേരിലാണ്. ഇവരെങ്ങനെ ഈ കോൺട്രാസെപ്റ്റീവ്സും എങ്ങനെ ഇന്ന് കാണുന്ന ജെൻഡർ ഐഡിയോളജിയുടെ ഒരു കോൺസെപ്റ്റിൽ, അതായത് മാൻ ആൻഡ് വുമൻ, നമ്മൾ ടോക്സിക് മാസ്കുലിനിറ്റി എന്നും പറഞ്ഞ് ആണുങ്ങളോട് അലർജിയുള്ള ഒരു പറ്റം ആളുകളെ നമുക്ക് കാണാം, സ്ത്രീകളെയാണെങ്കിൽ തന്നെ. സർ, ആ വാക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ടോക്സിക് മാസ്കുലിനിറ്റി. നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്ന് ഇച്ചിരി സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ ഈ ടോക്സിക് മാസ്കുലിനിറ്റി അതൊരു കോമൺ ടേം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇന്നത്തെ പ്രത്യേകിച്ച് ന്യൂജനൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യത്തെ ഒബ്ജക്റ്റ് ചെയ്യുകയും പുരുഷനെ ഒരു രീതിയിൽ തരം താഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പുരുഷനോടൊരു വലിയൊരു പക, ഒരു പ്രത്യേക എന്തോ ഒരു വലിയൊരു വാശിയും വൈരാഗ്യവും പകയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫാൻസി ഒരു ടേമാണ്. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർഗ്രറ്റ് സാങ്ങർ കൊണ്ടുവന്ന ഒരാശയം എന്താണെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് പ്രത്യുൽപാദന കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം. കാരണം പുരുഷന്മാർ തോന്നുമ്പോൾ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകാനോ അല്ലെ സ്ത്രീകളെ ഉപയോഗിക്കാനോ, അപ്പോൾ ആ ഒരു രീതിയിൽ അഥവാ ഇനി അങ്ങനെ വന്നാൽ സ്ത്രീകൾ അവരുടെ പ്രൊട്ടക്ഷൻ എടുക്കും.
അതിന് പറ്റിയതാണ് ഈ കോൺട്രാസെപ്റ്റീവ്സ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ പുരുഷന്മാർ പോയ പാത തന്നെ സ്ത്രീകളും പിന്തുടർന്നു, അവരുടെ പുറകെ അവരും പോയി. അപ്പോൾ ഇവർക്ക് ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളൊരു ഒബ്സ്റ്റക്കിളാണ്. ഗർഭനിരോധന ഗുളികയിലൂടെ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസിലൂടെ സ്ത്രീകൾക്ക് അവളുടെ ഗർഭാവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റണം, അവളുടെ ഫെർട്ടിലിറ്റിയെ അവൾ കൺട്രോൾ ചെയ്യണം. അത് പുരുഷനല്ല കൺട്രോൾ ചെയ്യേണ്ടത്, അവളാണ് നിശ്ചയിക്കേണ്ടത് ഞാൻ പ്രഗ്നൻ്റ് ആകണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇതാണൊരു സ്ത്രീ ഒരു ലിബറേഷൻ്റെ ഒരു ഫസ്റ്റ് പോയിൻ്റ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് വെറും ഒരു പ്ലഷർ സീക്കിംഗ് ഒബ്ജക്റ്റായിട്ട് മാറി. കുഞ്ഞുങ്ങൾ ഒബ്സ്റ്റക്കിളാണ്. അപ്പം എപ്പം പ്ലഷർ വേണോ അപ്പം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ, പക്ഷേ പ്രഗ്നൻ്റ് ആകണോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അതാണ് സ്ത്രീകളുടെ വാദം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്ത്രീ ഒരു പ്ലഷർ ഗിവിങ് ഒബ്ജക്റ്റായിട്ട് പുരുഷന് മാറി. ഇപ്പോൾ കോൺട്രാസെപ്റ്റീവ് ഇവർ പറയുന്നത് പോലുള്ള സ്വാതന്ത്ര്യം കൊണ്ടുവന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സ്ത്രീയുടെ മേലെ കൂടുതൽ ആധിപത്യം പുരുഷന് കിട്ടി. ഇപ്പം മനസ്സിലായോ? അതിൻ്റെ ലോജിക്ക് മനസ്സിലായോ? എന്തുകൊണ്ട്? കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഇവർ കൺസീവ് ആവും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിസൾട്ടാണ് പ്രാക്ടിക്കലി സംഭവിച്ചത്. റിവേഴ്സ് എഫക്റ്റ് ഉണ്ടായല്ലേ? റിവേഴ്സ് എഫക്റ്റ് അതാണ്. അപ്പോൾ ഒരിക്കലും ഇവർ ചിന്തിച്ച രീതിയിൽ ഇത് പോയില്ല. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? അവർ പറയുന്നു നിങ്ങൾ അബോർഷൻ അവോയ്ഡ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഈ വർക്ക് പ്ലേസിലെ ഹാസിൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി പുരുഷന്മാരെ പോലെ നിങ്ങൾക്ക് ജോലി ചെയ്യാനും ട്രാവൽ ചെയ്യാനും നിങ്ങൾക്ക് അവർ എൻജോയ് ചെയ്യുന്ന പോലെ എൻജോയ് ചെയ്യണ്ടേ? അത് വേണമെങ്കിൽ ഇതേ ഉള്ളൊരു മാർഗം, യൂസ് ദ കോൺട്രാസെപ്റ്റീവ്സ്. അപ്പോൾ അങ്ങനെയാണ് അവരിതിനെ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അവർ ഞാൻ പറഞ്ഞതുപോലെ ചിന്തിച്ചതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റിലേക്ക് ഉണ്ടായത്. സ്ത്രീകൾ വീടും കൂടും ഒക്കെ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഇവർ ഒരു പുരുഷന് പകരം അപ്പം സെക്സ് ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് മാറി. അപ്പോൾ അതിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യമില്ല, യാതൊരു ബൈൻഡിങ്സും ഇല്ല. അപ്പോൾ അവരും അവരുടെ സൗകര്യം അനുസരിച്ച് ഇപ്പം മറ്റു പലരുമായിട്ടും ബന്ധപ്പെടാനുള്ള ഒരു ലൈസൻസും കൂടെ കോൺട്രാസെപ്റ്റീവ്സ് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാർക്ക് ഇപ്പം ഈസി ആയിട്ട് സ്ത്രീകളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ ഈ കോൺട്രാസെപ്റ്റീവ് ഒരു വലിയ കാരണം. അല്ല, അങ്ങനെ വരുമ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും തകരും. ഫാമിലി ഓൾറെഡി അപ്പനും അമ്മയും വീട് വിട്ടു പോകാനായിട്ടാണ്. അപ്പോൾ അവരെല്ലാം മൂവിങ്ങിലാണ്. വിക്ടിംസ് എപ്പോഴും മക്കളാണ്. അപ്പോൾ പഴയ കോൺസെപ്റ്റ് എന്നൊക്കെ ഉള്ള ആ കോൺസെപ്റ്റ്, അതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടുകൂടി വന്ന ഏറ്റവും വലിയൊരു ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഒത്തിരി നമുക്ക് ഡെവലപ്മെൻറ്റുകളുണ്ടായി, പക്ഷെ വന്നത് ഇതാണ്. അതിനോടൊപ്പം ഈ കോൺട്രാസെപ്റ്റീവ്സും കൂടെ വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇത് ചെയ്തപ്പോഴത്തേക്കിന് ഈവൻ സെക്ഷൽ മൊറാലിറ്റി പോലും അവിടെ നഷ്ടപ്പെട്ടു. ഇതാണത് ഏറ്റവും വളരെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥ. ഇത് ഞാൻ മാർഗരറ്റ് സാംഗറിൻ്റെ ഒരു കോട്ട് ഞാനിവിടെ മലയാളത്തിൽ ഇടുകയാണ്, നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ അവർ പറഞ്ഞ ഇതാണ്: ആഗ്രഹിക്കാതെ ലഭിക്കുന്ന കുട്ടികൾ എന്ന ഭാരമില്ലാതെ പരിധിയില്ലാത്ത ലൈംഗിക സംതൃപ്തിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നോക്കുക, ഒരു ബോധറേഷനും ഇല്ലാതെ ഗർഭം ധരിക്കുമെന്നോ അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുമെന്നോ ഇതൊന്നും ഇല്ലാതെ കൊണ്ട് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് സെക്ഷൽ പ്ലഷറാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു പ്ലഷർ ഗിവിംഗ് മാത്രമായിട്ട് അത് തന്നെ എൻ്റർടൈൻമെൻറ്റിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ പുരുഷന്മാരുടെ ആധിപത്യം, അതായത് കൂടുതൽ പുരുഷന്മാർ സ്ത്രീകളെ ഉപയോഗിക്കാൻ തുടങ്ങി. നേരത്തെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അങ്ങ് മാറി, കാരണം ഫാമിലി സിസ്റ്റം മാറി, ഫ്രീ ആണ്. ഒരുപക്ഷെ ഈ സമയത്തായിരിക്കോ സെക്സ് എന്ന വേർഡ് ടബു എന്ന രീതിയിലായി? യെസ്, ഡെഫിനറ്റ്ലി. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. റിയ അത് നല്ല രീതിയിൽ അത് പോയിന്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സെക്സിനെ ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു ആക്ടിവിറ്റിയുമായി വരുന്ന ആ സെക്ഷൽ റെവല്യൂഷൻ്റെ ടൈമിലാണ് എപ്പോഴും സെക്സ് 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 എന്ന് മനുഷ്യർക്ക് പറയാനൊരു മടി, ഒരു നാണം. വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറയുന്നത്
നേക്കഡ് വിത്തൗട്ട് ഷെയിം. അപ്പം ആദവും ഔവയും പാപം ചെയ്യുന്നത് വരെ ദേ വർ നേക്കഡ്. പക്ഷേ അവർക്കൊരിക്കലും നാണം തോന്നിയില്ല. അവർ തിന്മയുടെ ആ ശക്തി അവരിലേക്ക് വന്നു. പാപത്തിന് വിധേയരായപ്പോഴത്തേക്കിന് അവർ നേക്കഡായിരുന്ന അവർ പെട്ടെന്ന് അവർക്ക് നാണം തോന്നി. സെയിം തിങ് ഞാൻ ഈ സെക്സ് എന്നുള്ള വാക്ക് ആക്ടിവിറ്റിയിലേക്ക് പോയതിൻ്റെ കോണ്ടസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന പരിഭാവന എല്ലാം അതിന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നോക്കിക്കോണം, ഇതൊക്കെയാണ് നമ്മുടെ ജെൻഡർ ഐഡിയോളജിയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ഇത് അവർ പറഞ്ഞ ഇതാണ്, സ്ത്രീകൾക്ക് ജീവിക്കാനും സ്നേഹിക്കാനും മടിയരാകാനും അവിവാഹിതരായ അമ്മയാകാനും സൃഷ്ടിക്കാനും നശിപ്പിക്കാനുമുള്ള അവകാശമുണ്ടായിരിക്കണം. ഇതാണ് വിമൺ ലിബറേഷൻ്റെ മുദ്രാവാക്യം. ഇന്നത്തെ കോൺട്രസെപ്റ്റീവ്സിൻ്റെ യൂസ് ഒക്കെ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. അല്ലേ സാറിൻ്റെ പ്രാർത്ഥന? ഈശോയെ, ഞങ്ങൾ ഈ കാലഘട്ടത്തെ ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ഐഡിയോളജികളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഈ നിമിഷം കർത്താവെ, ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുമ്പോൾ പല വിധത്തിലുള്ള തെറ്റായ ചിന്തകളിൽ, പ്രത്യേകിച്ച് കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ച് തെറ്റായ ചിന്തകളിൽ വലയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങയുടെ പ്രകാശം കൊണ്ട്, അങ്ങയുടെ സ്നേഹം കൊണ്ട് അവരെ തഴുകണമേ, സത്യത്തിൻ്റെ വഴിയിലേക്ക് അവരെ നയിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അവരെ വീണ്ടും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. താങ്ക് യു സർ. ജീവിതത്തിലുടനീളം നമ്മെ സ്വാധീനിക്കുന്ന പല റെവല്യൂഷൻസും പല ചിന്താഗതികളും ഉണ്ടാകാം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പോലെ, മാർഗരറ്റ് സാങ്കറിൻ്റെ പോലെ പല പല ചിന്തകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കാം. പക്ഷെ നാം തിരിഞ്ഞു നോക്കേണ്ടത് എങ്ങോട്ടാണ്? വചനത്തിലാണ്. വചനം പറയുന്നു, മക്കൾ ദൈവത്തിൻ്റെ ദാനം, ഉദരഫലമോ അനുഗ്രഹീതം. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമല്ല. ഓൺ ദറ്റ് നോട്ട് ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിലും തുടരും. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.